ബാക്കിയുള്ളത് നിശ്ചലമാകുന്നു. ഈ പ്രാണനിലൂടെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആലയിലൂടെ വരുന്നതാണ് നമ്മളുടെ അത്ഭുതം തന്നെ. നമ്മളിൽ നിന്ന് വെഞ്ഞു കൊടുക്കുന്നത് പോലെ പ്രാണസാക്ഷാത്കാരം ഉണ്ടാകും. നമ്മുടെ മുഖം പ്രകാശമായി മാറും. നമ്മൾ പ്രകാശത്തിൽ ഒന്നിരിക്കും. അതാണ് സത്യസാക്ഷാത്കാരം. അത് നിങ്ങൾക്ക് പറ്റും. ഈ ഒരു പോയിന്റ് ഞാൻ പറയാണ്. നിങ്ങൾ സത്യത്തെ പറ്റി പറയുക മാത്രമല്ല, സത്യമായിട്ട് ചിന്തിക്കുക, വിചാരിക്കുക, പ്രവർത്തിക്കുക. നിങ്ങൾ സ്നേഹമാണെന്ന് തന്നെ എന്തായാലും എനിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഞാൻ ഇപ്പോഴും ഒരു യൂട്യൂബിലായിട്ട് ചെയ്യുന്നത് ഗുരുദേവന്റെ കൃതികളിലൂടെയാണ് ചെയ്യുന്നത്. അതിലൂടെ ഞാനിതെല്ലാം പറയുന്നുണ്ട്. ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് എനിക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾ 24 മണിക്കൂറുണ്ട്. ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് കണ്ടടിച്ചിരിക്കുക. സാധാരണ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരാണ്? അപ്പോൾ അവിടെ പിന്നീട് യേശുവിൻ്റെ ബോധമില്ല, കൃഷ്ണന്റെ ബോധമില്ല, നദിയുടെ ബോധമില്ല. ബോധം മാത്രമേ ഉള്ളൂ. ശുദ്ധമായ ബോധമായി നമ്മൾ മാറുമ്പോൾ നമ്മൾ ദൈവം. ഈ സത്യമില്ല. അതുകൊണ്ടാണ് ആശുപത്രിയിൽ ക്യാൻസർ വന്നപ്പോൾ ഇതിനാളെ വന്നത്, ചിരിച്ചുകൊണ്ട് വരുന്നത്. ഒട്ടയായപ്പോഴും ഇതെല്ലാവരോടും വിളിച്ചു പറയാനും എൻ്റെ പ്രായം എനിക്ക് വിളിച്ചു പറയുന്നതിനുണ്ടല്ല, എൻ്റെ ജീവിതം വിളിച്ചു പറയുന്നതിന് പ്രശ്നമായിട്ട്. അതുകൊണ്ടാണ് അൻസാറിനെ കരയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരവരുടെ ജീവിതം മുഴുവൻ എന്നോട് പറഞ്ഞു കരയുടെ കുറച്ച് സമയം മുമ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അൻസാറിനെ. എനിക്ക് കരയും ഇഷ്ടപ്പെട്ടു. എത്രയോ നല്ല നല്ല ആളുകൾ കണ്ട ഒരു സംതൃപ്തിയാണ്. സത്യത്തിൽ ഞാൻ നിങ്ങളുണ്ട്. കരയാറാണെങ്കിൽ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വെള്ളക്കാട് വീട്ടിലുണ്ട്. ഇവിടെ വിൽക്കാൻ സ്ഥലമില്ലാത്തത് ബാക്കിയുള്ള ബുക്കെല്ലാം ഒരാൾക്ക് ദാനം ചെയ്തു. എൻ്റെ ബുക്കുകൾ അവിടെ ഇരിക്കുകയാണ്. വളരെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് വെയിലും അടിയൊന്നും എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. 1.5 മണിക്കൂർ പോയത്. അതുകൊണ്ട് ഇത് കലാറാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളെ പകർത്തി വെച്ചതാണ് മഴ നിലാവ് എന്നുള്ള കവിതാസമാഹാരം. 7 പുസ്തകങ്ങളോളം കഥ, കവിത ഒക്കെ ആയിട്ട് അധ്യാപന ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ സ്നേഹത്തിന് തീർത്തും പറഞ്ഞാൽ ടീച്ചർ സന്തോഷവും സങ്കടവും എനിക്കറിയില്ല. ഞങ്ങളും ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വന്നതാണ്. എല്ലാവരും തിക്കി ഞെരുങ്ങിയിരുന്ന ആ ക്ലാസ്സിലിരുന്ന് ടീച്ചറിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത് ഏതേലും കേട്ടത് അത്രയും ഒരു ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടെയാണ് ഞങ്ങൾ കേട്ടത്. ശരിക്കും തീർച്ചയായിട്ടും ആ സന്തോഷത്തോടു കൂടെ തന്നെ ടീച്ചർ എൻ്റെ പുസ്തകം മനസ്സിനോ ഒന്നും ചെന്നെത്താൻ പറ്റാത്തതല്ല. ടീച്ചറിന്റെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും കാണുക.